എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഫ്രീസ ആൻഡ് ടീമിനെ ആയിരിക്കും കാണിക്കുക. അവരാണെങ്കിൽ ഓൾറെഡി 4 ഡ്രാഗൺ ബോൾ കളക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന നമക്കിയൻസിനെ എല്ലാവരെയും അവർ കൊന്നുകളയും. ഫ്രീസയാണെങ്കിൽ അവൻ്റെ അസിസ്റ്റന്റിനോട് പറയും, ഈ ഒരു 4 ഡ്രാഗൺ ബോൾ അത് സുരക്ഷിതമായിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മളെപ്പോലെ തന്നെ ഇത് അന്വേഷിച്ച് ഇപ്പോൾ ഇവിടേക്ക് ഒന്നിലേറെ പേര് എത്തിക്കഴിഞ്ഞു. പ്രധാനമായിട്ട് ആ ചിന്ന സയാൻ. സോ അവൻ്റെ കയ്യിൽ ബാക്കിയുള്ള ഡ്രാഗൺ ബോൾ ചെന്നുപെടാതെ ശ്രദ്ധിക്കണം. എത്രയും വേഗം ബാക്കിയുള്ളത് കളക്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് കടന്നു പോകണം. ഉടനെ അവൻ്റെ മറ്റൊരു അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പോൾ ഫ്രീസയോട് പറയും, ചിന്ന സയാൻ അവൻ ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് മറ്റു 2 വലിയ പവറുകൾ കൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞു. അവരാരാണെന്നും എന്താണെന്നും ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ആൾക്കാർ അവിടേക്ക് പോയി കഴിഞ്ഞു. തീർച്ചയായിട്ടും അവരാരാണെന്ന് കണ്ടുപിടിക്കും. അതിനു മുൻപായിട്ട് ചിന്ന സയാൻ അവൻ്റെയും കഥ കഴിക്കും. ഓൾറെഡി നമ്മുടെ ഒരു സോൾജിയർ അവൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കി അവിടേക്ക് പോയിട്ടുണ്ട്. കട്ട് ചെയ്ത ആ സോൾജിയറിനെ കാണിക്കും. അവനാണെങ്കിൽ ചിന്ന സയാൻ്റെ ലൊക്കേഷൻ അത് അവൻ്റെ ആ ഡിവൈസ് മൂലം ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ദൂരത്തായിട്ട് അവന് സിഗ്നൽ ലഭിച്ച് അവൻ ആ ഭാഗത്തേക്ക് പോവാണ്. ചിന്ന സയാൻ ആണെങ്കിൽ അവൻ്റെ ഓപ്പണന്റിനെ കറക്റ്റായിട്ട് സെൻസ് ചെയ്യും. ഓ, നീയായിരുന്നോ എന്നെ തകർക്കാൻ ഇവിടേക്ക് വരുന്നത്? നിന്നെ കൊണ്ട് എന്നെ തകർക്കാൻ കഴിയില്ല. അതിന് ഓപ്പോസിറ്റ് ഉള്ളവൻ ചിന്ന സയാനോട് പറയും, ഓൾറെഡി നിന്റെ പവറൊക്കെ ഞാൻ അളന്നു കഴിഞ്ഞു. നിനക്കൊരിക്കലും ഫ്രീസയെ തോൽപ്പിക്കാൻ പറ്റില്ല. നിന്നെ ഞാൻ ഈസി ആയിട്ട് തോൽപ്പിക്കുന്നു പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം വെല്ലുവിളിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയം അത് കൂടി വരും. കാരണം ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണെന്ന് അവർ മനസ്സിലാക്കി. ബുൽമയാണെങ്കിൽ അവരോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പുറപ്പെടാൻ തയ്യാറാവും. അടുത്ത നിമിഷം 2 സയാൻസ് അവര് ആ ഭാഗത്തേക്ക് വരുന്നത് ഇവിടെ ആൾക്കാർക്ക് മനസ്സിലാവും. ബുൽമയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഭയം തോന്നും. ഇവിടെ ഗോക്കു ആണെങ്കിൽ മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് പറയും, നിന്റെ പവർ അത് എൻഹാൻസ് ചെയ്യണം. ഒരു കാരണവശാലും നിന്റെ പവർ കൂടുന്നത് അത് അവർക്ക് പിടികിട്ടാനായിട്ട് പാടില്ല. അത് സയാൻസ് ആണ്. ഗോഹാനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് പവറൊക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. ആ നിമിഷം ആ 2 സയാൻസും അവിടേക്ക് വരികയാണ്. മാസ്റ്റർ ഫ്രീസയുടെ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ഡ്രാഗൺ ബോൾ എടുക്കാൻ ആരൊക്കെ വന്നാലും അവരെ ഇല്ലാതാക്കണം എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇവരാരാണ് എന്താണെന്നൊക്കെ ചെക്ക് ചെയ്ത് ഇവരെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് കടന്നു വരും. ആ സയാൻസ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കാര്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യും. അവര് ടൂറിസ്റ്റ് ആണ്, പക്ഷേ അവരെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരുടെ ആ ഒരു പേടകം അത് അവർ തകർക്കും. മൊട്ടപ്പനാണെങ്കിൽ ഗോഹാൻ സിഗ്നൽ കൊടുക്കും. ഇനി ഒന്നും നോക്കാനില്ല, അവറ്റകളെ തകർത്ത് കളയണമെന്ന് പറഞ്ഞ് ചാടി വന്ന് അവറ്റകളെ പഞ്ച് ചെയ്ത് അറ്റാക്ക് ചെയ്ത് തകർത്തില്ലാതാക്കും. ഇവിടെ ബുൽമയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമം. നമ്മുടെ പേടകം അത് നശിച്ചു, ഇനി നമ്മളെങ്ങനെ തിരികെ പോകും ചോദിക്കും. അതേസമയം ആ ഫ്രീസയെ കാണിക്കും. തന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഫ്രീസയോട് പറയും, നമുക്ക് കിട്ടിയ ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള 2 പവർ സിഗ്നലുകൾ അവിടുന്ന് ഇപ്പോൾ പവർ വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ അവിടേക്ക് അയച്ച നമ്മുടെ സോൾജിയേഴ്സ് അവരെയും കാണാനില്ല. അവരുടെ പവർ സിഗ്നൽസ് അത് ലഭിക്കുന്നില്ല. ഒരുപക്ഷെ അവർ നമ്മുടെ ആൾക്കാരെ ഇല്ലാതാക്കിയോ എന്ന് സംശയമുണ്ട്. 500 മുകളിലാണ് അവരുടെ പവർ കാണിക്കുന്നത്. അത് കേൾക്കേണ്ട താമസം അവരുടെ മെയിൻ തലവൻ ഫ്രീസ. അവനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും വേഗം അവിടേക്ക് പോയി അതാരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ബുൽമയാണെങ്കിൽ ആ കഷ്ണങ്ങൾ ഒക്കെ ചേർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവൾ ദയനീയമായിട്ട് പരാജയപ്പെടും. ഓ നോ, ഞാനിനി എല്ലാ കാലത്തും ഇവിടെ തന്നെ ജീവിക്കേണ്ടി വരുമോ? എന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ കരയും. അപ്പനും ഗോഹാനും ആണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കും. നീ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആ വില്ലന്മാർ ഇവിടേക്ക് വരുന്നതിന് മുൻപ് സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് മാറണം. മാത്രമല്ല നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. കാമിയെ പോലുള്ള ആൾക്കാർ ഇവിടെ ധാരാളം ഉണ്ടാവും. തീർച്ചയായിട്ടും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവരുടെ സഹായത്താൽ ഈ പേടകം ബാക്ക് ടു നോർമൽ ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. കട്ട് ചെയ്ത ഇവിടെ ചിന്നസായും അവന്റെ ഓപ്പണന്റും അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് വന്നിരിക്കുകയാണ്. ചിന്നസായ ആണെങ്കിൽ അവനോട് പറയും, നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ അറഗൻസ് അതെന്താണെന്ന് ഭൂമിയിൽ എത്തിയപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. നമ്മുടെ പവറിനെ കഴിഞ്ഞും പവറുള്ളവർ അവിടെയുണ്ട്. അവിടെ വെച്ച് എന്റെ യഥാർത്ഥ പവർ ഞാൻ മനസ്സിലാക്കി. യഥാർത്ഥ പവർ അതെങ്ങനെ യൂസ് ചെയ്യണമെന്നും ഞാൻ പഠിച്ചു. നിന്റെ അഹങ്കാരം അത് ഇതോടുകൂടെ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ പവർ അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവന്റെ പവർ അങ്ങനെ കൂടി വരെ ഓപ്പോസിറ്റ് ഉള്ളവനാണെങ്കിൽ അത് കണ്ട് ഞെട്ടും. അവന്റെ പവർ അങ്ങനെ കൂടി വരെ ഓപ്പോസിറ്റ് ഉള്ളവന്റെ ഡിവൈസ് അതങ്ങനെ തകർന്നു പോവാണ്. അവിടെ മാത്രമല്ല ഫ്രീസയുടെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ അസിസ്റ്റന്റിന്റെ ആ ഡിവൈസ് തകരും. ഇപ്പോഴാണെങ്കിൽ ഇപ്പോ ആ പവർ ചെക്ക് ചെയ്യും. അവനും ഷോക്ക് ആവുകയാണ്. ഓ നോ, ആ ചിന്ന ജയാന് 1400 അവന്റെ പവർ അത് വർദ്ധിച്ചിരിക്കുകയാണ്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് കേട്ട് ഫ്രീസ അവൻ ചിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവണ്ട, യാതൊരു കാര്യമില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അവനെ തോൽപ്പിക്കാൻ പറ്റും. കട്ട് ചെയ്ത ഇവിടെ ചിന്ന ജയാനാണെങ്കിൽ അവന്റെ ഓപ്പണന്റിന്റെ അടുത്തേക്ക് കടന്നു വരും. അതിനവൻ പറയും, ഓ നോ, ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വന്നതല്ല, നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. ആക്ച്വലി ആ ഫ്രിസയെ അവനെ എനിക്കും ഇഷ്ടമല്ല. നമുക്ക് രണ്ടുപേർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ഡ്രാഗൺ
ബോൾസ് കളക്ട് ചെയ്ത് ഫ്രീസിയെ അവന്റെ ടീമിനെ ഇല്ലാതാക്കാമെന്ന് പറയും. അതിനാ ചിന്ന സയാൻ പറയും, നിന്നെപ്പോലെ പേടിത്തൊണ്ടന്മാരെ ഒരിക്കലും ഞാൻ എൻ്റെ ടീമിൽ കൂട്ടാറില്ല. അതിനു പകരം നീ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് പറയും. അത് കേട്ട് ഓപ്പണന്റ് ആണെങ്കിൽ അവനോട് പുറകിലേക്ക് തിരിഞ്ഞു നോക്ക്, നിന്റെ തൊട്ടു പുറകിൽ ഫ്രീസി ഉണ്ടെന്ന് പറയും. അവൻ തിരിഞ്ഞു നോക്കുന്ന ഗ്യാപ്പിൽ ഇപ്പോൾ ഓപ്പണന്റ് ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പോൾ അവനെ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ ചിന്ന സയാൻ ആണെങ്കിൽ തെറിച്ചു പോയി അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവുകയാണ്. ചിന്ന സയാൻ ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഓപ്പണന്റിനെ ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ ഓപ്പണന്റ് ആണെങ്കിൽ ചിന്ന സയാനെ കണ്ട് ഷോക്കാവും. നീ എന്ത് കരുതി അത്ര എളുപ്പത്തിൽ നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്നോ? നമ്മൾ കരുതും പോലെ ഇവിടെയുള്ള നമ്മുടെ സ്പീഡ് അത് മാത്രമല്ല നമ്മുടെ പവറിന്റെ ലക്ഷണം. പുറത്തേക്ക് പോയി നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോഴും അവരെ കണ്ട് അവരുമായിട്ട് ഏറ്റുമുട്ടുമ്പോഴും ആയിരിക്കും നമ്മുടെ യഥാർത്ഥ പവർ പുറത്തേക്ക് വരിക. എൻ്റെ സ്പീഡ് ഇപ്പോൾ നിന്നെ കഴിഞ്ഞും 10 മടങ്ങാണെന്ന് പറഞ്ഞ് ചിന്ന സയാനാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. അവൻ്റെ പഞ്ചിൽ ഓപ്പണന്റ് അങ്ങനെ മുകളിലേക്ക് പോയി പൊട്ടിത്തെറിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്താ ഇവിടെ അവൻ്റെ കാറ്റ് പോയതും ഫ്രീസയുടെ അസിസ്റ്റന്റ് അവൻ മനസ്സിലാക്കുകയാണ്. അവൻ ആ കാര്യം ഇപ്പോൾ ഫ്രീസയോട് പറയും. ഫ്രീസി ആണെങ്കിൽ നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എത്രയും വേഗം അടുത്ത ഡ്രാഗൺ ബോൾ അത് കണ്ടെത്തണം. അതേസമയം തന്നെ ചിന്ന സയാനെയും നമുക്ക് ഓപ്പണന്റ് ആയിട്ട് ഇവിടേക്ക് വന്ന പവർഫുൾ വിസിറ്റേഴ്സിനെയും നമുക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവരങ്ങനെ അടുത്ത ഡ്രാഗൺ ബോളിന് വേണ്ടി ഫ്ലൈ ചെയ്തു പോകും. ഇവിടെ ചിന്ന സയാനാണെങ്കിൽ ചുറ്റും നോക്കും, എങ്ങനെയെങ്കിലും ഡ്രാഗൺ ബോൾ ഒരേ ഒരു ഡ്രാഗൺ ബോൾ എങ്കിലും ആ ഫ്രീസയുടെ കണ്ണിൽ പെടാതെ അടിച്ചു മാറ്റണം. എൻ്റെ ഗസ് ശരിയാണെങ്കിൽ ആ 7 ഡ്രാഗൺ ബോൾ ഒന്നിച്ചു വെച്ചാൽ മാത്രമേ അവർക്ക് ആവശ്യമുള്ള വിഷ് അത് നേടാൻ പറ്റൂ. ഒരു ഡ്രാഗൺ ബോൾ എങ്കിലും എനിക്ക് അടിച്ചു മാറ്റാൻ കഴിയുകയാണെങ്കിൽ ഫ്രീസയെ കൊണ്ട് ഒരിക്കലും ആ വിഷ് നേടിയെടുക്കാനാവില്ല. സോ ബാക്കിയുള്ള 6 കൂടെ നേടിയെടുത്ത് മരണമില്ലാത്ത എറ്റേണൽ ലൈഫും ഈ ലോകത്തെ തന്നെ കൈയാളാനുള്ള അധികാര പവറും അതൊക്കെ തന്നെ എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. സോ എത്രയും വേഗം എനിക്കത് കണ്ടെത്തണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താൽ ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പോൾ വലിയൊരു മലയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. അപ്പോൾ ദൂരത്തായിട്ട് നമ്മുടെ മൊട്ടപ്പൻ ഒരു ഗുഹ കാണിച്ചു കൊടുക്കും. നമുക്ക് സേഫ് ആയിട്ട് അവിടെ ഒളിച്ചിരിക്കാം. അവിടെ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ള ഡ്രാഗൺ ബോൾ നമുക്ക് കണ്ടെത്താം. ബുൽമയ്ക്കാണെങ്കിൽ തീരെ വയ്യ. അവളാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് 2 പേർക്കും കഴിഞ്ഞും ഒരുപാട് പവറൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ എടുത്തുകൊണ്ട് അവിടേക്ക് പോയിക്കൂടെ? അതിന് ഗോഹാനാണെങ്കിൽ അവളോട് പറയും, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പം നമ്മുടെ പവർ അത് വെറുതെ വേസ്റ്റ് ആക്കാൻ പാടില്ല. എപ്പോൾ വേണമെങ്കിലും വില്ലന്മാർ നമ്മളെ അറ്റാക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ആ മലയുടെ തൊട്ടടുത്തേക്ക് വരും. അടുത്ത നിമിഷം ഗോഹാനും മൊട്ടപ്പനും അവർ 2 പേരും വലിയൊരു പവർ സെൻസ് ചെയ്യാണ്. ഗോഹാനും മൊട്ടപ്പനും ഇപ്പോൾ ഓടി വന്ന് ആ മലയുടെ 2 ഭാഗങ്ങളിലായിട്ട് ഒളിഞ്ഞിരിക്കും. ബുൽമയെ അവർ വേഗം വിളിക്കും, ബുൽമ ഇവിടേക്ക് വായോ, നമുക്കെതിരെ ശത്രുക്കൾ കടന്നു വരുന്നുണ്ട്, എത്രയും വേഗം അവരുടെ കണ്ണിൽപ്പെടാതെ നമുക്ക് ഒളിച്ചിരിക്കണം. ഉടനെ ബുൽമയും ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് പോകും. അടുത്ത നിമിഷം അഫ്രസ ആൻഡ് ടീം ആണെങ്കിൽ വമ്പ ഫോഴ്സിൽ അവരുടെ മുൻപിലൂടെ കടന്നു പോവാണ്. ബുൽമയാണെങ്കിൽ പുറത്തേക്ക് വന്ന് അവരെ നോക്കും. ഹാവു, അവർ ആക്ച്വലി നമ്മളെ അന്വേഷിച്ചല്ല, ഒരുപക്ഷെ അവരന്വേഷിക്കുന്നത് ആ ഡ്രാഗൺ ബോളിനെയോ അല്ലെങ്കിൽ ചിന്ന സയാനെയോ ആയിരിക്കും എന്ന് പറയും. ഇവിടെ ഗോഹാനാണെങ്കിൽ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്ന് അവളോട് ആ ഡ്രാഗൺ ബോൾ അത് സെൻസ് ചെയ്യാനായിട്ട് പറയും. അവളാണെങ്കിൽ ഇപ്പോൾ ഡ്രാഗൺ ബോൾ ആ റഡാറിൽ ചെക്ക് ചെയ്യും. അപ്പോൾ അവൾ കാണും 4 ഡ്രാഗൺ ബോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ മുട്ടപ്പനോട് പറയും, തീർച്ചയായിട്ടും ഇപ്പോൾ പോയവരുടെ കയ്യിലായിരിക്കും ആ 4 ഡ്രാഗൺ ബോൾസും ഉണ്ടാവുക, കാരണം അത് ആ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. മൊട്ടപ്പനാണെങ്കിൽ ഷോക്കായിട്ട് ഇപ്പോൾ ഗോഹാനെ വിളിക്കും. ഞെട്ടിയിരുന്ന ഗോഹാനാണെങ്കിൽ ഇപ്പോൾ മൊട്ടപ്പൻ്റെ അടുത്തേക്ക് വരും. നീ അവരിൽ 2ാമതായി ട്രാവൽ ചെയ്ത ആളുടെ പവർ സെൻസ് ചെയ്തോ? അതിന് ഗോഹാൻ പറയും, ചെയ്തു, അതൊരുപാട് കൂടുതലാണ്. ഒരുപക്ഷെ ആ ചിന്ന സയാൻ ഇവിടേക്ക് വന്നത് അവനെ തോൽപ്പിക്കാനായിരിക്കും, പക്ഷെ അവൻ്റെ പവർ അത് അൺലിമിറ്റഡ് ആണ്, ഒരുപാട് കൂടുതലാണ്, ഞാൻ ഭയന്നുപോയി. ബുൽമയാണെങ്കിൽ വീണ്ടും ആ ഒരു റഡാർ ചെക്ക് ചെയ്യും. അപ്പോൾ മറ്റൊരു ഡ്രാഗൺ ബോൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് അവൾ കാണുകയാണ്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ബുൽമയോട് പറയും, നീ ഇവിടെ സേഫായിട്ട് നിൽക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്, ഞങ്ങൾ എത്രയും വേഗം അവിടെ എന്താ നടക്കണേ നോക്കിയിട്ട് തിരികെ എത്താമെന്ന് പറഞ്ഞ് അവളെ അവിടെ നിർത്തി ഇപ്പോൾ മൊട്ടപ്പനും ഗോഹാനും അവരവിടെ നിന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്താ ഇവിടെ ഗോകുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവരവിടെ സേഫായിട്ട് എത്തിയല്ലേ? അതിന് മാസ്റ്റർ പറയും, യെസ്, അവരവിടെ സേഫായിട്ട് എത്തി, പക്ഷെ ഇപ്പോഴാണ് ശരിക്കും അപകടം സ്റ്റാർട്ട് ചെയ്തത്. അവരോട് ഫൈറ്റ് ചെയ്ത ആ ഒരു ചിന്ന സയാൻ അവനും അവൻ്റെ കൂട്ടാളികളും അവിടെ ഉണ്ട്. അവരുടെ മുൻപിൽ അവർ ചെന്ന് പെട്ട വലിയ അപകടമാണ്. ഗോകു ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. മാത്രമല്ല അറിഞ്ഞെടുത്തോളം ചിന്ന സയാനെ കഴിഞ്ഞ് പവർഫുൾ ആയവരാണ് അവിടെയുള്ള ബാക്കിയുള്ളവർ. അത് കേട്ട് ഗോകു ആണെങ്കിൽ ഡബിൾ ഷോക്കാവും. ഉടനെ ഉണ്ടപ്പനാണെങ്കിൽ അവിടേക്ക് കടന്നു വരും. അവനാണെങ്കിൽ ഗോകുവിന് നേരെ ഒരു കിഴി നീട്ടും. ഇത് ക്യാച്ച് എനിക്ക് തന്നതാണ് നിനക്ക് തരാനായിട്ട് ആ ഒരു ബീന്, സോ എത്രയും വേഗം ഇതൊരെണ്ണം നീ കഴിക്കാനായിട്ട് പറയും. ഡോക്ടർ ആണെങ്കിൽ അവരോട് പറയും, ഓ നോ, എന്റെ പേഷ്യൻസിന് ആവശ്യമില്ലാത്ത ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. പക്ഷെ അടുത്ത നിമിഷം അതിലൊന്ന് ഇപ്പോൾ ആണെങ്കിൽ ഗോകുവിന് ഇട്ട് കൊടുക്കും. ഗോകു ആണെങ്കിൽ അത് കഴിച്ച് ഇപ്പൊ ബാക്ക് ടു നോർമൽ ആവും. ഓടിപ്പോയി അവൻ്റെ കീറിയ ഡ്രസ്സൊക്കെ ഡോക്ടറിന് നേരെ വലിച്ചെറിഞ്ഞ്
ഈ ഡ്രസ് ഇട്ട് റെഡി ആവുകയാണ്. എനിക്ക് എത്രയും വേഗം ആ ഒരു ഗ്രഹത്തിലേക്ക് പോകണം, അവരെ സപ്പോർട്ട് ചെയ്യണം. അതിന് മാസ്റ്റർ ചോദിക്കും, നിനക്ക് അവിടേക്ക് പോകാൻ സ്പേസ് ഷിപ്പ് ഉണ്ടോ? അതിനാള് ഗോക്കു പറയും, കാമിയുടേതുപോലെ തന്നെ മറ്റൊരു സ്പേസ് ഷിപ്പ് ഞാൻ കണ്ടെത്തിയിരുന്നു. അത് ഞാൻ ബുൽമയുടെ പപ്പയുടെ കയ്യിൽ കൊടുത്തിരുന്നു. ഇപ്പൊ അത് അദ്ദേഹം റെഡിയാക്കിയിട്ടുണ്ടാവും. എത്രയും വേഗം എനിക്ക് ആ സ്പേസ് ഷിപ്പിൽ എത്തണമെന്ന് പറഞ്ഞ് ഫ്ലൈങ് നിംബസിൽ അവൻ അങ്ങനെ അവിടെ നിന്ന് കടന്നു പോകും. അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ ഗോക്കുവിനെ കാണിക്കും. ഓ നോ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചിന്നസായനെ കഴിഞ്ഞ് പവർഫുൾ ആയ ഒരാളുണ്ടെന്നോ. അപ്പൊ അയാൾ എത്രയും വേഗം എനിക്ക് അവിടേക്ക് എത്തണമെന്ന് പറഞ്ഞ് ഗോക്കു വമ്പ സ്പീഡിൽ മുൻപോട്ടേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.